എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ല വർക്കലയിൽ നിന്ന് വരികയാണ്. 2022 ഡിസംബർ 22-നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ വളരെ വിഷമത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കടങ്ങളും ബിസിനസ്സും വളരെ പരാജയത്തിലായി, കടബാധ്യതകളും വീട് ജപ്തി നടപടിയും എല്ലാം ആയി വളരെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു അടുത്തൊരു കൂട്ടുകാരി പറഞ്ഞ് ഇനി ഉടമ്പടിയിൽ എടുത്താൽ നിൻ്റെ വിഷമങ്ങളെല്ലാം മാറും. അവൾ മുഖാന്തരമാണ് ഞാൻ ഇവിടെ വരാൻ കാരണമായത്. ഞാൻ വന്ന് ആദ്യം ഉടമ്പടി എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അച്ഛനും മോനും ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഒളിച്ചിരുന്ന് ബെഡ്റൂമിലിരുന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തിന് നീ ബെഡ്റൂമിൽ ഇരിക്കുന്ന, പൂജാ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന്. അങ്ങനെ ഞാൻ പൂജാ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അച്ഛൻ ശല്യമില്ലാതെയായി. മോനെ കാണാതെ ഒളിച്ചിരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത് 15-ൻ്റെ അന്ന് എനിക്കൊരു കോടതിയിലൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മൾ പണ ഇടപാടായിരുന്നു. ഒരു 5 ലക്ഷം രൂപ വാങ്ങിയത് അത് 10 ലക്ഷമാക്കിയൊരു കേസ് ഫയൽ ചെയ്തതായിരുന്നു. അങ്ങനെ കേസ് വിധിയായി. നമ്മൾ കോടതിയിൽ എന്നെ വിളിച്ചപ്പോൾ എന്നെ പഠിപ്പിച്ചതൊരു വക്കീലായിരുന്നു എന്നെ കേസ് വാദിച്ചത്. അപ്പോൾ ആ വക്കീൽ പറഞ്ഞു, മിനി ഒരു സാക്ഷിക്കൊരാൾ വേണമെന്ന്. ഞാൻ പറഞ്ഞു, എന്തിന് സാറേ സാക്ഷി? ഞാൻ തന്നെ പറയാം, മിനിയെ കൊണ്ട് പറ്റുമെങ്കിൽ നിന്നോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ കേസിന് കയറിയപ്പോഴത്തേക്ക് എതിർ കക്ഷിയുടെ വക്കീലിന് എന്നെ വാദിച്ചേ പറ്റൂ. ശരി, പുള്ളി ചോദിച്ചതെല്ലാം ഞാൻ അറപ്പില്ലാതെ പറഞ്ഞു. എൻ്റെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം അറപ്പില്ലാതെ പറഞ്ഞു. പിന്നെ ജഡ്ജി നമ്മളുടെ ഇതൊന്നും പേപ്പർ നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു കേസിൻ്റെ ഒരു പേപ്പർ ഇവിടെ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ കേസ് വാദിക്കും? അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, അതെന്താ ഇല്ലാത്തത്, എന്നാലും എനിക്ക് അവരോട് സംസാരിച്ചേ പറ്റുമെന്ന്. അങ്ങനെ മറ്റേ ജഡ്ജി പറഞ്ഞു, എനിക്ക് സംസാരിച്ചോന്ന് പറഞ്ഞു. സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ അവരുടെ എതിർ കക്ഷിക്കാർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഈ കേസ് കൊടുത്ത പാർട്ടി മരിച്ചുപോയി, മകനുണ്ടായിരുന്നു, മകനും കൂടെ നിൽക്കവേണേ ഇതെല്ലാം ചോദ്യം ചെയ്തത്. ഞാൻ പറഞ്ഞു, പിന്നെ ഈ കേസിൽ 10 ലക്ഷം എന്നുള്ളത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് 15-ൻ്റെ അന്ന് കേസ് ഇല്ലാതെ മറിയുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോൻ 5 വർഷം കൊണ്ട് ഗൾഫിൽ പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ മോന് എതിർപ്പായിരുന്നു. ഞാൻ മോന് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 5 കൊല്ലം കൊണ്ട് വിചാരിച്ച കാര്യം ഞാൻ ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞ് 2ാമത്തെ പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ മോന് വിസയെല്ലാം ശരിയായി. മോൻ എത്രയും പെട്ടെന്ന് കുവൈറ്റിൽ പോയി. പോകാനൊക്കെ എല്ലാം ശരിയായപ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഒരിക്കലും മാതാവിനെ കൈവിടരുത്, അമ്മ പോകണമെന്ന് പറഞ്ഞു. ഞാൻ 1 കൊല്ലം നാളെ തികയുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ട് ഇവിടെ. അതിന് 15 തവണയെങ്കിലും ഞാൻ ഒരേ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ അപ്പോഴേ വണ്ടി കയറും, അച്ഛനെ വന്ന് കാണും. ഞാൻ എൻ്റെ വീടിൻ്റെ ജപ്തി കാര്യത്തിനൊക്കെ അന്നൊക്കെ വളരെയധികം ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോഴും വന്ന് അച്ഛനെ കാണും. അച്ഛനെ ഈ 1 കൊല്ലത്തിനകത്ത് ഞാൻ 3 തവണ കണ്ടു. എൻ്റെ ടെൻഷൻ കൊണ്ടുവന്ന് കണ്ടു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അച്ഛൻ തലയെ കൈ വെച്ച് പറഞ്ഞിട്ട്, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുന്നു. ഇപ്പോൾ ഈ 5 മാസം കൊണ്ട് ജപ്തി നടപടികളൊന്നും ആയില്ല, എന്നാലും അവർ ഒരു ഒരു കാര്യമോ ഒന്നുമില്ല, വളരെ മനസ്സമാധാനമായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. പലഹാര ബിസിനസ്സുകളൊക്കെ വീട്ടിൽ ചെയ്ത് കടകളിൽ സെയിൽ ചെയ്യുന്നുണ്ട്, മറ്റ് പൊങ്കാല അറിയിപ്പ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാറ്ററിങ് വർക്ക്, അങ്ങനെ എല്ലാ ഇതുമുണ്ട്. പിന്നെ തയ്യലുണ്ട്, എല്ലാ ഇതിലും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്മ മാതാവിനെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം കൊണ്ടും എനിക്ക് ഒരു ദിവസം ഇരിക്കാൻ വയ്യാത്ത ജോലിയാണ്. എന്നാലും എത്ര ജോലി ഉണ്ടെങ്കിലും ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഇവിടെ ചെയ്യാനുള്ള എല്ലാം കണക്കിന് വന്ന് ചെയ്യും. പിന്നെ ദാനങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മുറ പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അവിടെ ജോലിക്ക് വരുന്ന ഒരു കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഒരു 5 കൊല്ലമായി തലവേദന തുടങ്ങിയിട്ട്. തലവേദന വരുമ്പോഴത്തേക്ക് അവർ ബ്ലഡ് ഛർദ്ദിക്കും, മൂക്കൊന്നും ബ്ലഡ് വരാറുണ്ട്. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞ്, എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ ചേച്ചി, നാളെ എനിക്ക് പണിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് പോകുമ്പോൾ ഞാൻ ഉപ്പും തൈലവും തരാം, അമ്മയുടെ ഒരു കാശ് രൂപവും തരാം. അങ്ങനെ ഈ കൊച്ചു കൊണ്ടുപോയത് ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊച്ചു വന്ന് പറഞ്ഞു, ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്,
ഒരു മൂക്കുന്ന് ശ്വാസം പോകത്തില്ലായിരുന്നു. ആ മൂക്ക് അപ്പോൾ തലേന്ന് എന്തോ ഊരുന്ന കണക്ക് വന്നാണ് എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് വരുന്നത്. അങ്ങനെ അന്ന് ഇതുപോലെ ഊരുന്ന കണക്ക് വന്നപ്പോഴത്തേക്ക് ഈ ചേച്ചി കൈ വെച്ചു, മൂക്കിൻ്റെ താഴെ ഭാഗത്തായി കൈ വെച്ചപ്പോൾ വന്നത് വെള്ളമാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ കൊച്ചു വന്ന് ഇത് പറഞ്ഞത്. എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഈ മാതാവിന് 1000 നന്ദിയുണ്ട്. എന്നെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ എനിക്കറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയും, പത്രങ്ങൾ കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ ഒരു മാതിരിയാണ് പറയുമ്പോൾ. പക്ഷേ ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പിന്നെ ഗൾഫിൽ നിൽക്കുന്ന ചേച്ചിക്കൊക്കെ ദാമ്പത്യമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് ഞാൻ ഉടമ്പടിയൊക്കെ അയച്ചു കൊടുത്ത് അതിന് ശേഷമൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഉടമ്പടിയിൽ 6 കാര്യത്തിൽ എൻ്റെ ഒരു നടുവേദന, അതിശക്തമായ നടുവേദനയായത് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. അത് ഉടമ്പടി എടുത്ത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ നടുവേദനയൊക്കെ മാറിക്കിട്ടി. പിന്നെ മോൻ ഒന്നും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, എന്നെ ഒരുപാട് തരത്തിൽ വിഷമിപ്പിക്കുമായിരുന്നു. അത് മോന് എന്നെ ഒരുപാട് മാറ്റമായി. അച്ഛനും മോനുമായിട്ട് ശരിയാവൂലായിരുന്നു. ഇപ്പോൾ 4 മാസമായി ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ അച്ഛനെ വിളിച്ച് സംസാരിച്ച് അച്ഛനും മോനുമായിട്ട് നല്ല ഐക്യതയിലാണ്. അതുപോലെ എൻ്റെ എനിക്കൊരു മോളും മോനുമാണുള്ളത്. നഴ്സിങ്ങിന് പഠിക്കുകയാണ് എൻ്റെ മോൾക്ക് 8 മാസം കൊണ്ട് പീരീഡ്സ് ആവുന്നില്ലായിരുന്നു. PCODയുടെ പ്രശ്നമായിരുന്നു. ഇപ്പം ഞാൻ അതിന് ശേഷം ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മോൾക്ക് ഇപ്പോൾ 2 മാസം കൊണ്ട് കറക്റ്റായിട്ടാവുന്നുണ്ട്. എല്ലാം കൊണ്ടും മാതാവിൻ്റെ കൃപ എനിക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഇതിൽ പുതുതായിട്ട് ഉടമ്പടി എടുക്കുന്നവരെല്ലാം മാതാവിനെ എല്ലാ കാര്യങ്ങളും മാതാവ് അനുഗ്രഹങ്ങൾ തരും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും വരുത്തണം. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ മെനങ്ങാന്നാണ് ഞാൻ അറിഞ്ഞത്, എൻ്റെ ഒരു നാത്തൂൻ്റെ കൊച്ച് ഹിംസിലായിരുന്നു. 3 മാസം കൊണ്ട് 10 ലക്ഷം രൂപയായി. ന്യൂമോണിയ വന്ന് കടുത്ത് വലിയ ഘട്ടത്തിലാണ് അത് തരണം ചെയ്തത്. അത് സീരിയസ് ആയി. ഇപ്പോൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്ന് നേരത്തെ പോകാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളും കൊണ്ടുപോയി കൊച്ചിന് അവിടെ സിസ്റ്റർമാരെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങി തിരിച്ചത്. അതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. വെൻറ്റിലേറ്ററിലാണ്. അത് വളരെ വിഷമമുള്ള ഒരു കാര്യമായിട്ടാണ് അതിൻ്റെ സ്റ്റേജ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞ. 25 ലക്ഷം രൂപയുടെ ഒരു സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അമ്മ മാതാവ് അത് എനിക്ക് മാറ്റിത്തരണം. ആ കൊച്ചിന് റിയ റോണി എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. 7 വയസ്സേ ഉള്ളൂ. ആ കൊച്ചിൻ്റെ അസുഖം മാറ്റിത്തരണം. ഞാൻ ഇന്ന് അറിഞ്ഞ അന്ന് തൊട്ട് പ്രാർത്ഥിക്കണം, ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. ആ കൊച്ചിനെ സുഖപ്പെടുത്തി തരണം. ഇത്രയും പറഞ്ഞ് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്